നസ്രാണികളുടെ പ്രധാന വിഭവമായിട്ടുള്ള പിടിയും കോഴിയില്ലേ, അതിൻ്റെ ഉഗ്രം പിടിയാണ് കേട്ടോ ഇന്ന് വെക്കാൻ പോകുന്നത്. ഇത് സാധാരണ പിടി പോലെ ചുമ്മാ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഇത് നല്ല അവലോസ് പൊടി കുഴച്ചുണ്ടാക്കിയ പിടിയാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പിടി ഉണ്ടാക്കിയാലോ. ഇത് നമ്മൾക്ക് അമ്മച്ചിയും അതുപോലെ മമ്മിയും കൂടിയാണ് കേട്ടോ പിടി ഉണ്ടാക്കുന്നത്. കുറുപ്പമ്പടി സ്റ്റൈൽ, നമ്മുടെ എറണാകുളം പെരുമ്പാവൂരിനടുത്തുള്ള കുറുപ്പമ്പടി സ്റ്റൈൽ പിടിയാണ് ഇന്ന് വെക്കാനായിട്ട് പോകുന്നത്. നല്ല ചുവന്ന പിടിയും അടിപൊളി കോഴിക്കറിയും കൂടെ ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല അവലോസ് പൊടിയാണ്, നല്ല ചുവന്നിരിക്കുന്ന അവലോസ് പൊടിയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അവലോസ് പൊടി വെച്ച് ഉണ്ടാക്കിയാലാണ് പിടിക്ക് പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പച്ച അരിപ്പൊടിയും കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടിയും കൊണ്ടുള്ളതാണ്. ഇത് നല്ല അവലോസ് പൊടി വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവലോസ് പൊടി ആവശ്യത്തിന് എടുക്കുക. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, അവലോസ് പൊടിയിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല തിളച്ച വെള്ളമാണ് ഈ അവലോസ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടുകമൊക്കെ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ബാക്കി മുഴുവൻ കുഴച്ചെടുക്കേണ്ടത് കൈകൊണ്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. അതാണ് ശരിക്കും പിടിയുടെ ഒരു പരുവം നിശ്ചയിക്കുന്നത് തന്നെ. അപ്പോൾ ഈ പിടി നല്ല കുതിർന്ന് വരും കേട്ടോ. ഈ അവലോസ് പൊടിയിലേക്ക് വെള്ളം അതായത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ കുതിർന്ന് വീർത്ത് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിന് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ കൈ വെച്ച് ഞെരുടി ഉടച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഈ പിടി ഉണ്ടാക്കുമ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ ഒരു ചൂട് പോകുന്നതിന് മുമ്പ് ചെറിയ ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ കൈ വെച്ച് നല്ലതുപോലെ അരച്ച പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ബിൻചായനാണ് കേട്ടോ ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനൊന്നും ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ആക്കിയാലും നമുക്ക് ആ ഒരു ചൂടും എല്ലാം കൂടെ അങ്ങ് പറ്റില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ബിൻചായൻ അതൊക്കെ നമുക്ക് വേണ്ടി നന്നായിട്ട് ഇളക്കി കൈകൊണ്ട് നല്ല ഞെരുടി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഉരുട്ടിയൊക്കെ, അതായത് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല കുഴച്ചെടുക്കണം. ഇപ്പോൾ ആ നല്ല തരിതരൂന്നിരിക്കുന്ന അവലോസ് പൊടിയൊക്കെ നല്ല ചൂടുവെള്ളം കൂടെ ചെന്നപ്പോഴേക്കും കുഴഞ്ഞ് ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അതൊന്നിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഒന്ന് ഉരുണ്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതുപോലെ ചെയ്യണം കേട്ടോ. നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഒതുക്കി ഇതുപോലെ പൊത്തി വെച്ച് കൊടുക്കണം. രണ്ടുപേരും മമ്മിയും കൂടെ ചേർന്ന് ആ പാത്രത്തിൽ പിടിച്ചിട്ടുണ്ട്. കാരണം ഇതുപോലെ നല്ല കുത്തി അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊത്തി വയ്ക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ആ ഒരു കുഴയ്ക്കുന്നത് സ്റ്റൈൽ ശരിയായാൽ മാത്രമാണ് നമുക്ക് പിടിക്ക് രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് കുറച്ച് അവലോസ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പിടിയുടെ ചെറിയ ഉണ്ടകൾ ഉരുട്ടിയിടുന്നത്. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാനും ഒരുമിച്ച് ചേരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഈ അവലോസ് പൊടിയുടെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചെറിയ കുഞ്ഞുരുളകളായിട്ട് പിടിയുടെ മാവ് കുഴച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ മമ്മി ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്, അതുപോലെ അമ്മച്ചിയും ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മച്ചിമാരും വീട്ടിലുള്ളവരും എല്ലാവരും കൂടി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, വിരുന്നുകാരൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ വലിയ മുറം നിറയെ ഇങ്ങനെ കുഞ്ഞുണ്ടകൾ ഉണ്ടാക്കിയിടുമായിരുന്നു എന്നൊക്കെയുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും എന്തായാലും കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കഥകളൊക്കെ കേട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഉരുട്ടി നമ്മുടെ പിടിയുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞുണ്ടകളാണ് കേട്ടോ, വലിയ ഉണ്ടയല്ല, ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടി കഴിയുമ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടെ നമുക്ക് ഒരു പൊടിയും കൂടെ വിതറി കൊടുക്കുക, ഇതൊന്നും കട്ട പിടിക്കാതിരിക്കാനായിട്ട്. ഇനിയാണ് ഇത് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. നമ്മുടെ ഉരുളിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല വെട്ടിത്തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിലേക്കാണ് ഈ ചെറിയ ഉണ്ടകളാക്കി വെച്ചിരിക്കുന്ന പിടി ഉണ്ടകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കത് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഒത്തിരി ഇട്ട് ഇളക്കുകയൊന്നും ചെയ്ത് ആ പിടി ഉണ്ടകൾ നമുക്ക് പതിയെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് പൊട്ടിപ്പോകരുത്. അത് കുഴയ്ക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഉരുട്ടുന്ന സമയത്താണെങ്കിലും നല്ല ഞെക്കി ഈ ഉരുളകൾ പൊട്ടിപ്പോകാത്ത വിധത്തിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അതിന് ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ പതിയെ വേണം ഇളക്കാനായിട്ട്. ഈ ഉണ്ടകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു മാവ് പോലെ ഇരിക്കും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പിടിയുടെ നെകയ്ക്കാണ് വെള്ളം വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി, അപ്പോൾ ആ വെള്ളം മമ്മി എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ആ പിടിയുടെ നെകക്ക വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇതാ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെന്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെ അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉണ്ടയിൽ ഞെക്കി പൊട്ടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാതിരുന്നാൽ മതി. അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇളകി ശരിക്കും അത് വെന്ത് വരുന്ന, അതായത് ഒരു ഉണ്ട എടുത്ത് അത് ഒന്ന് പൊടിച്ച് മുറിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് ഇതിൻ്റെ പാകം. ശരിക്കും നമ്മൾ ആ നെകക്ക വെച്ചിരിക്കുന്ന വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മുടെ പിടി റെഡിയായി കഴിഞ്ഞു. കണ്ടോ, നല്ല റെഡിഷ് കളറുള്ള പിടി കണ്ടോ. ഇതാണ് കേട്ടോ യഥാർത്ഥ പിടി. നമ്മൾ കടയിൽ നിന്നും കിട്ടുന്നതൊന്നും യഥാർത്ഥ പിടിയല്ല, അത് തട്ടിക്കൂട്ട് പിടിയാണ്. ഇതാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള പിടി. ഇതിൻ്റെ കൂടെ നല്ല കോഴിയിറച്ചിയും കൂടെ കൂട്ടി അങ്ങ് കഴിക്കണം. ഈ ഇറച്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വീണ്ടും നല്ല നല്ല സൂപ്പർ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഇതേ സ്റ്റൈലിലാണ് പിടി ഉണ്ടാക്കുന്നതെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് പിടിയും കോഴിക്കറിയും എന്ന് പറയുന്നത്. കുറേ നാളുകളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചിയുടെ ഒപ്പം ചേർന്നുണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഇതുണ്ടാക്കണമെങ്കിൽ ചില്ലറ പരിപാടിയല്ല, കുറച്ച് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിടി ഞാൻ കഴിക്കാൻ പോവാം. നിങ്ങളുടെയും ഫേവറേറ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.